ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. കുക്കറിലാണ് ഈ ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ പൊറാട്ടയ്ക്കും ചോറിനും എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും ഈ ചിക്കൻ കഴിക്കാനും മാത്രമല്ല ഈ ചിക്കൻ വെറുതെ തിന്നാനും പൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു തക്കാളിയും 2 പച്ചമുളകും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 കറിവേപ്പില ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. മല്ലിയില ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ തൈരും ആവശ്യമുണ്ട്, അത് ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഇനി 1 സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഇനി ഇതിലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട്. ചിക്കൻക്കൊക്കെ പാകമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ പീസുകളാണ് കേട്ടോ. ഇനി മുഴുവൻ ചിക്കനാണ് നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കണമെങ്കിൽ ഒരു ചിക്കൻ മുഴുവൻ ഇതുപോലെ ഈ മസാലയിൽ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അവിടെ ചിക്കൻ്റെ കഷ്ണങ്ങളാണ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുന്ന കുക്കറിലാണ്. അപ്പോൾ കുക്കറിൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ മസാല ഒക്കെ പുരട്ടിയിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേറെ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഒരു 2-3 വിസലിന് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 ഇല്ലി കറിവേപ്പില ഇട്ടെടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചുകൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയും സവാളൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മൂടി വെച്ചെടുക്കാം. വീണ്ടും ഒന്ന് തുറന്ന് വെച്ചിട്ട് തക്കാളിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ചതിൽ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലത്തെ ഗ്രേവി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിലൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചൊന്ന് വരുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വളരെ രുചികരമായിട്ടാണ് ഈ ഒരു ചിക്കൻ തയ്യാറാക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ ആവശ്യമുള്ളവർക്ക് ഫുൾ ചിക്കനൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇത് കഷ്ണങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.